ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഒരു വർഷവും 3 മാസവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൂഴ്ത്തിവെച്ച സുപ്രധാന ബിൽ രാഷ്ട്രപതി 3 മാസം കൊണ്ട് ഒപ്പുവെച്ചു. നിയമസഭയുടെ നിയമനിർമ്മാണ അവകാശത്തെയാണ് ഖാൻ ചവിട്ടിമെതിച്ചത്. പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ പോയതോടെ കളിമാറി. 7 ബില്ലുകൾ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ച് തടിതപ്പി. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ലോകായുക്ത നിയമ ഭേദഗതി ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്. ഇനിയും ബാക്കിയുണ്ട്. ഒരെണ്ണമല്ലേ ഒപ്പിട്ടുള്ളൂ എന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അത് വെളിവാക്കുന്നതാണ് രാജ്ഭവൻ വാർത്താക്കുറിപ്പ്. വിവാദങ്ങൾ കൊഴിഞ്ഞ് ആത്യന്തിക തിരിച്ചടി ഗവർണർക്ക് കിട്ടുന്നത് ഇതാദ്യമല്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും മുൻപ് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഗവർണറുടെ രാഷ്ട്രീയ കളികളിൽ വീണുപോവാതെ സമചിത്തതയോടെ നേരിട്ട സർക്കാർ രാഷ്ട്രീയമായും നിയമപരമായും വിജയം നേടുന്നതാണ് കാണുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി നിയമവിരുദ്ധമാണെന്ന് ഗവർണർക്കൊപ്പം വാദിച്ച UDFനും തിരിച്ചടിയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പി ജയരാജൻ CPIM, ഹെൻറി ഓസ്റ്റിൻ കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ. നമുക്കപ്പോൾ ഈ ചർച്ചയിലേക്ക് ശ്രീ ജയരാജൻ എത്തിയിട്ടുണ്ട്. 3 പേരും എത്തിയിട്ടുണ്ട്. ശ്രീ ജയരാജൻ ഇന്ന് ഈ ചർച്ചയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇന്ന് വന്നിരുന്നു. അത് ജയരാജനെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ കേസിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള, 2ാം പ്രതി ഒഴികെയുള്ള എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി വന്നിരുന്നു. അപ്പോൾ അതിലുള്ള കടുത്ത അതൃപ്തി, അതിലെ പോരായ്മകൾ ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. നീതി ലഭിച്ചില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആദ്യം അതുതന്നെ ഒന്ന് സംസാരിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശ്രീ ജയരാജൻ, എന്തുകൊണ്ടാണ് അത്ര ശക്തമായ ഒരു വിമർശനം ഇന്ന് ഇതേ തുടർന്ന്? സ്വാഭാവികമായും അത് വളരെ പ്രകടമായി തന്നെ മനസ്സിലാവും. 2ാം പ്രതി ഒഴികെ ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു. 2ാം പ്രതിക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഏത് നിലയ്ക്കാണ് കടുത്ത അനീതി ഹൈക്കോടതി ഈ കേസിൽ കാട്ടി എന്ന് താങ്കൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത്? 1999 ആഗസ്റ്റ് 25-നാണല്ലോ ഈ എനിക്ക് നേരെ വീട്ടിൽ കയറിയിട്ടുള്ള വധശ്രമം നടക്കുന്നത്. അതേ തുടർന്ന് 2007 തലശ്ശേരിയിലെ വിചാരണ കോടതി 6 പ്രതികളെ 7 വർഷം വീതം കഠിന തടവിന് ശിക്ഷിക്കുന്നത്. 3 പ്രതികളെ വിട്ടു. അതിനെതിരായിട്ട് 3 പ്രതികൾ കൊടുത്തിട്ടുള്ള അപ്പീൽ, അതുപോലെ തന്നെ പ്രതികളായിട്ടുള്ളവർ കൊടുത്തിട്ടുള്ള അപ്പീൽ, ഇവയൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനക്ക് വന്നത് ഡിസംബർ 20-ാം തീയതിയാണ്. അപ്പോൾ ഡിസംബർ 20-ാം തീയതി പരിഗണനക്ക് വന്നപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ ആദ്യമായിട്ട് പരിഗണനക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് അഡ്ജേൺ ചെയ്യാൻ, നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കോടതി പറഞ്ഞു ആവാം, കാരണം ഡിസംബർ 25 ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷന് ശേഷം ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കോടതി അതങ്ങോട്ട് മാറ്റുന്നു. അതിനിടയിൽ ഈ ക്രിസ്മസ് വെക്കേഷന് ശേഷം ഈ ബെഞ്ച് സ്വാഭാവികമായിട്ടും പരിഗണിക്കുന്ന കേസുകൾ മാറും. അതിനുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചു 20-ാം തീയതി. അപ്പോൾ അസാധാരണമായിട്ടുള്ളൊരു നടപടി ഉണ്ടായത്, ആഫ്റ്റർ വെക്കേഷൻ എന്ന് ഓപ്പൺ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട കോടതി 21-ാം തീയതി വീണ്ടും ആ കേസ് പോസ്റ്റ് ചെയ്തതായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് 21-ാം തീയതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പ്ലീഡർ അമ്പരക്കുമല്ലോ. അപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ പിറ്റേ ദിവസം 21-ാം തീയതി കോടതിയിൽ ഹാജരായി പറഞ്ഞു, ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി ഇത് ആഫ്റ്റർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് വെക്കേഷന് ശേഷം ഈ കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആവട്ടെ, ആഫ്റ്റർ വെക്കേഷൻ ആവാം എന്ന് പറഞ്ഞു.
ബഹുമാനപ്പെട്ട കോടതി അത് ആഫ്റ്റർ വെക്കേഷനിൽ കേൾക്കാൻ വേണ്ടി മാറ്റി. പക്ഷേ അവിടെ റെക്കോർഡ് ചെയ്തത് പാർട്ട് ഹേർഡ് എന്ന് എഴുതിക്കൊണ്ടാണ്. അപ്പോൾ 20-ാം തീയതി പാർട്ട് ഹേർഡ് എന്ന് ചേർക്കാതെ 21-ാം തീയതി പാർട്ട് ഹേർഡ് എന്ന് ചേർത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് അന്നുണ്ടായിട്ടുള്ള സംശയം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി സ്വാഭാവികമായിട്ടും ഭാഗികമായിട്ട് ഒരു കോടതി കേട്ടുകഴിഞ്ഞാൽ പിന്നീട് വെക്കേഷന് ശേഷം ക്രിമിനൽ അപ്പീലുകൾ പരിഗണിക്കുന്ന ബെഞ്ച് മാറുമെങ്കിലും സ്വാഭാവികമായിട്ടും ഈ ഭാഗികമായി കേട്ടിട്ടുള്ള ജഡ്ജിയുടെ മുന്നിൽ തന്നെ ആ കേസ് വരും. അങ്ങനെ ആ കേസ് കേട്ടു. അതാണ് ആ കേസ് കേട്ടു. പിന്നെ വിധി പറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് 21-ാം തീയതി കോടതി നടപടികൾ, 20-ാം തീയതിത്തെ കോടതി നടപടികൾ, ഇതൊക്കെ വീഡിയോ ഫൂട്ടേജിൽ കാണാൻ പറ്റും. പണ്ടത്തെ കോടതി നടപടികളല്ലല്ലോ, ഇതൊക്കെ വീഡിയോ ഫൂട്ടേജിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് ഉന്നയിച്ചുകൊണ്ട് 26-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഞാനൊരു ഹർജി നൽകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് 20-ാം തീയതി കേസ് ആഫ്റ്റർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഈ കേസ് എടുത്തുകൊണ്ട് പാർട്ട് ഹേർഡ് എന്ന് എഴുതി ഇത് ആഫ്റ്റർ വെക്കേഷനിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ എനിക്ക് നീതി കിട്ടില്ല എന്ന് തോന്നി. ഇരയായിട്ടുള്ള എനിക്ക് നീതി കിട്ടില്ല എന്ന് തോന്നി. കാരണം എനിക്ക് അവിടെ വക്കീലില്ല. പക്ഷേ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ശ്രദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ഡിസംബർ 26-ാം തീയതി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി അയക്കുന്നു. എല്ലാവർക്കും നീതി കിട്ടണം. ആർക്ക്? ഈ 3 പേരുടെ അപ്പീലുണ്ടല്ലോ, അവർക്കും നീതി കിട്ടണം, എനിക്കും നീതി കിട്ടണം. അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ആഫ്റ്റർ വെക്കേഷൻ ഏത് കോടതിയാണോ ക്രിമിനൽ അപ്പീൽ പരിഗണിക്കുന്നത് ആ പരിഗണന കിട്ടണം, ആ ബെഞ്ച് പരിഗണിക്കുന്ന നിലയുണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഞാൻ കത്ത് നൽകിയത്. പക്ഷേ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കോടതി തന്നെ, വിധി പറഞ്ഞ കോടതി തന്നെ പിന്നീട് ആർഗ്യുമെൻ്റ് കേൾക്കുന്നു. അതേ തുടർന്ന് വിധി പിന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ സംശയിച്ച കാര്യമാണ് വിധിയിലൂടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ സംശയിച്ചത് ശരിയാണെന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോടതിയിൽ നിന്ന് നീതിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നീതി കിട്ടിയില്ല എന്നുള്ള പരാതി ഇരയായിട്ടുള്ള എനിക്കുണ്ട്. ആ കാര്യമാണ് ബഹുമാനപ്പെട്ട പിന്നെ കോടതിയുടെ മുമ്പാകെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള, ചീഫ് ജസ്റ്റിസിന് സമർപ്പിച്ചിട്ടുള്ള കത്ത്, അപേക്ഷ ഞാൻ സ്വാഭാവികമായിട്ടും അത് ഈ വിധിയോടുള്ള പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോട് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ ജയരാജൻ, അതായത് ഡിസംബർ 20-ന് കേസെടുക്കുമ്പോൾ വെക്കേഷന് ശേഷം കേൾക്കാം എന്ന രീതിയിലേക്ക് കേസ് പോസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും അതിന് വാദം പറയാനും ഒക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിന് സമയമുണ്ട് എന്നുള്ളതാണ് കക്ഷികൾക്കും അഭിഭാഷകർക്കും കിട്ടുന്ന ഒരു വ്യക്തമായ ഒരു അനുഭവം. അതാണ് പൊടുന്നനവേ തന്നെ അടുത്ത ദിവസത്തേക്ക് കേസ് അപ്രതീക്ഷിതം എന്ന മട്ടിൽ വിളിച്ച് എടുക്കുന്നു. അപ്പോൾ അത് വെക്കേഷന് ശേഷം കേൾക്കാമെന്ന രീതിയിൽ മാത്രമാണോ ഓപ്പൺ കോടതിയിൽ സംസാരമുണ്ടായത്? പക്ഷേ അവിടെ രേഖപ്പെടുത്തപ്പെട്ടത് ഭാഗികമായി കേട്ടു എന്ന നിലയിലാണോ? താങ്കളുടെ ഭാഗത്ത് നിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വാദം പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാനത് ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഈ കേസിൻ്റെ വിധി വന്നു കഴിയുമ്പോൾ പറയുന്നത്, വാർത്തകളിൽ കാണുന്നതാണ്, കേസിലെ പ്രോസിക്യൂഷനും പറഞ്ഞില്ല, പ്രതിയും പറഞ്ഞില്ല. പക്ഷേ പാർട്ട് ഹേർഡ് എന്ന് ഭാഗികമായി കേട്ടു എന്നെഴുതി അല്ലേ? ഈ വിധിയുടെ ഭാഗമായി വാർത്തകളിൽ വരുമ്പോൾ കേസിലെ മുഖ്യസാക്ഷികളായ പി ജയരാജൻ്റെ ഭാര്യ, സഹോദരി, അയൽവാസികൾ, ഇവരുടെ ഒന്നും മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ആക്രമണത്തിനെത്തിയ ഈ പ്രതികളുടെ ശിക്ഷ റദ്ദു ചെയ്തത്, അവരെ വെറുതെ വിട്ടത്, 2ാം പ്രതിയുടെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങൾ ഒഴിവാക്കി കൊടുത്തതും വിശ്വാസയോഗ്യമല്ല എന്നാണ് പറയുന്നത് ശ്രീ ജയരാജൻ, ഈ കോടതിയുടെ കണ്ടെത്തൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ പിന്നെ ഇവിടെ വിധിയിൽ അത്തരം കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം
ഇത് പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവമാണ്. വൈകുന്നേരമാണല്ലോ സംഭവം നടക്കുന്നത്. 5 മണി ആ സമയത്താണ് സംഭവം നടക്കുന്നത്, രാത്രിയല്ല. അപ്പോൾ രാത്രിയാണെങ്കിൽ ഈ പ്രതികളെ കണ്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ പകൽ വെളിച്ചത്ത് വീട്ടിനകത്ത് കയറി നടത്തിയിട്ടുള്ള ആക്രമണം, അത് മാത്രമല്ല അത് നേരിട്ട് കണ്ട സാക്ഷികളുടെ മൊഴി, അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി ഞാനാണല്ലോ, അനുഭവിച്ച സാക്ഷി. അപ്പോൾ അനുഭവിച്ച സാക്ഷി എന്ന നിലക്ക് ഞാൻ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിയ അവസരത്തിൽ ഡോക്ടറുടെ മുമ്പിൽ ഞാൻ ചില പ്രതികളുടെ പേര് പറഞ്ഞിരുന്നു. എല്ലാ പ്രതികളുടെയും പേര് പറയാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അത്രയും അവശനായിരുന്നു, രക്തം വാർന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രതികളുടെ പേരുകൾ തന്നെ ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വിധിയല്ല ഇവിടെ എനിക്ക് മനസ്സിലാക്കാനായത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടുള്ള അപ്പീൽ സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷനാണ് കൊടുക്കേണ്ടത്, സ്റ്റേറ്റാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അതിൽ ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ, സാധാരണഗതിയിൽ ഒരു കോടതിയിൽ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ചില നടപടികൾ വന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഡിസംബർ 26 തന്നെ ഈ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് നീതി കിട്ടണം, ഇവിടെ നിന്ന് നീതി കിട്ടില്ല, ആഫ്റ്റർ വെക്കേഷൻ ഏതാണോ ക്രിമിനൽ അപ്പീൽ കേൾക്കുന്ന ബെഞ്ച് അതിലേക്ക് മാറ്റണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നൽകിയിട്ടുള്ള കത്ത് പരിഗണിക്കാതെയാണ് ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ വന്നിട്ടുള്ള സംശയം ശരിയാണെന്നാണ് ഈ വിധിപ്പകർപ്പ് കിട്ടിയപ്പോഴും കാണുന്നത്. അത് വെച്ച് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് അപ്പീൽ പോകുന്ന അവസരത്തിൽ ഇരയായിട്ടുള്ള എനിക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയിട്ടുള്ള പരാതി അടക്കം വെച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുമോ, എനിക്ക് കക്ഷി ചേരാൻ കഴിയുമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരി ശ്രീ ജയരാജൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതിലെ ഇര എന്ന നിലയിൽ നീതി ലഭിച്ചില്ല എന്ന ശക്തമായ പ്രശ്നം താങ്കൾ അവതരിപ്പിച്ചത് കൊണ്ടുകൂടിയാണ് താങ്കൾ തന്നെ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ അത് താങ്കളിൽ നിന്ന് തന്നെ എന്താണ് ഉണ്ടായത്, എന്താണ് സംഭവം, എന്താണ് അനുഭവം, എന്താണ് കൊടുത്ത പരാതി, ഏത് നിലയിലാണ് കോടതിയിൽ പ്രശ്നങ്ങൾ അന്നുണ്ടായത്, അല്ലെങ്കിൽ കോടതി എങ്ങനെയാണ് ഈ കാര്യങ്ങളെ സമീപിച്ചത് എന്നതൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. ആ നിലയിൽ ശ്രീ ജയരാജൻ്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് വന്നാൽ, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കേരളം ഗവർണർക്കെതിരെ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകുമ്പോൾ തിടുക്കത്തിൽ തന്നെ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നു. ഈ വരുന്ന മാർച്ച് 22-ന് കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്ന ഒരു സാഹചര്യം. അതിലേറ്റവും സുപ്രധാനമായ ബില്ലുകളിൽ ഒന്നായിട്ടുള്ള ലോകായുക്ത നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. 1 വർഷവും 3 മാസവുമാണ് ഗവർണർ തീരുമാനമെടുക്കാതെ ഇത് പൂഴ്ത്തിവെച്ചത്. രാജ്ഭവനിൽ മാത്രം ആ ഫയല് വെച്ച് നടപടികൾ. കേരളത്തിൻ്റെ നിയമസഭയോട് കാട്ടിയ ഒരു വലിയ അവഹേളനം എന്ന വിമർശനം അതിൽ നിൽക്കുകയാണ്. ഇതിലൂടെ തെളിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഹെൻറി ഓസ്റ്റിൻ, നിയമനിർമ്മാണത്തിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കലാണ്. 2, ഭരണഘടനാ വിരുദ്ധമായ ഒന്നും ഇക്കാര്യത്തിലില്ല എന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചതിലൂടെ വ്യക്തമാകുന്നു. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി ഒന്നും ഇക്കാര്യത്തിലില്ല, സംസ്ഥാന നിയമസഭ പാസാക്കിയ ഈ നിയമത്തിലില്ല എന്നു വരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ വ്യക്തത വരുന്നൊരു ഘട്ടത്തിൽ ഗവർണർക്കതൊരു വലിയ തിരിച്ചടിയാവുകയും സർക്കാരിൻ്റെ ബോധ്യങ്ങൾ ശരിയാവുകയും ആകുന്നുണ്ട്. ഇതാകെയും നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിനും UDFനും ഒരു തിരിച്ചടി തന്നെയല്ലേ ഇത്? ശരത്ത്, 2 തലങ്ങളിലാണ്. ഇന്നിപ്പോൾ രാഷ്ട്രപതി ബില്ല് ഒപ്പുവെച്ച് തിരിച്ചയച്ചു. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലോകായുക്തയെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവത്തിൽ അവർ വരുത്തിയിട്ടുള്ള അമെൻമെൻറ്റ്സ് സെക്ഷൻ 17A പ്രകാരം മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്വേഷണം നടത്താൻ ലോകായുക്തക്ക് അനുമതിയുള്ളൊരു വകുപ്പ് സെക്ഷൻ 17A കേന്ദ്ര നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭേദഗതിയോടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ല് രാഷ്ട്രപതി തിരിച്ചയച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ലോകായുക്തയുടെ ഈ അഴിമതി വിരുദ്ധ നിയമത്തിൻ്റെ എല്ലാ സ്പിരിറ്റും കെടുത്തിക്കൊണ്ട് അതിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന ഒരു അമെൻമെൻ്റാണ് കേരള സർക്കാർ കൊണ്ടുവന്നത് തന്നെയാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ വ്യത്യാസമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഈ ലോക്പാൽ നിയമം സെൻട്രൽ ഗവൺമെൻറ് ഇല്ല, അതിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇതേ നിയമം സെൻട്രൽ ഗവൺമെൻറ്റും ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്.
അതാണ് ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത്. സെക്ഷൻ 17A പ്രകാരം മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികളെടുക്കാൻ അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ ലോകായുക്തക്ക് ആകുകയുള്ളൂ എന്നുള്ളൊരു നിയമമാണ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഈ സ്പിരിറ്റിനെതിരെയാണ്. ഒരു അഴിമതി നിരോധന നിയമം അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ ഒരു ബോഡിക്ക് അതിൻ്റെ അന്തസ്സത്ത, അതിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന പരിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ ഭേദഗതികളാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ലോകായുക്തയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മാതൃക പിന്തുടരുന്ന ഹെൻറി ഓസ്റ്റൻ, ജനാധിപത്യ മാതൃക പിന്തുടരുന്ന ലോകരാജ്യങ്ങളിലെ ആകെ മാതൃക എടുത്താൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ ചർച്ചയിലേക്ക് അതടക്കം ഉദാഹരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി നടന്നൊരു നിയമസഭയാണ് കേരളത്തിൻ്റേത്. ആ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കും തർക്കങ്ങൾക്കും ഇപ്പുറത്ത് ട്രഷറി ബെഞ്ചിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നു. ആ മറുപടിയോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ തർക്കങ്ങൾ അവസാനിക്കുകയും ആ ബില്ല് പാസ്സാക്കുകയുമാണ് ഉണ്ടായത്. തർക്കങ്ങളിൽ നിന്ന് പുതിയ തർക്കങ്ങളിലേക്ക് ആ ചർച്ച പോയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ചർച്ചയിൽ തന്നെ ലോകരാജ്യങ്ങളിലാകെ എങ്ങനെയാണ് ഇക്കാര്യം, അതായത് അന്വേഷണ ഏജൻസി ഒരു ഘട്ടത്തിലും ഒരിടത്തും വിധിന്യായം പറയുന്ന ഏർപ്പാടില്ല. ആ ഒരു പ്രധാന പ്രശ്നം ഇക്കാര്യത്തിൽ വരികയും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അത് അമിതാധികാരത്തിൻ്റെയോ ദുരുപയോഗത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് അത് തിരുത്തുന്ന നിലയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് തെളിയുകയാണ്. അത് അംഗീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വ്യക്തിക്കും സമൂഹത്തിനും കോൺഗ്രസിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ലേ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ? രാഷ്ട്രപതി ഒരു നിയമത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഓരോ പൗരനും അത് അനുസരിക്കണമല്ലോ. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ നമ്മൾ ഭരണഘടനാ പ്രകാരം ഈ IPC പ്രകാരം ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നിയമനിർമ്മാണത്തെ അംഗീകരിക്കാതെ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ ആ നിയമത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ നിലനിർത്തുകയും ചെയ്യും. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ഈ ബില്ല് നിർമ്മാണം വന്നപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ സുവ്യക്തമായ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളൊരു അഴിമതി നിരോധന നിയമം അല്ലെങ്കിൽ അഴിമതി തടയാനായിട്ടുള്ള ഒരു ബോഡി, അതിനൊരു പവർ ഉണ്ടെങ്കിൽ ആ പവേഴ്സ് ഉള്ളപ്പോഴാണ് അതിന് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പല്ലും നഖവും കളഞ്ഞ ഒരു ബോഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുണ്ടോ? ഇപ്പോഴത്തെ നിയമപ്രകാരം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ലോകായുക്തക്ക് യഥാർത്ഥത്തിൽ യാതൊരു അധികാരവും ഇല്ലാത്ത രീതിയിലേക്കാണ് ഈ നിയമനിർമ്മാണം മൂലം അത് റെഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ളൊരു പരിണതഫലം ഇവിടെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാനായിട്ട് ലോകായുക്തക്ക് സാധിക്കാതെ വരും. ആ നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പിന്നെ ഈ പ്രോസസ്സ് രാഷ്ട്രപതിക്ക് അയക്കാതെ ഇപ്പോൾ ഒരു വർഷവും 3 മാസവും ഗവർണറെ ബില്ലുകൾ ഈ ബില്ല് മാത്രമല്ല മറ്റ് ബില്ലുകളും അദ്ദേഹം പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് സർക്കാരും LDF സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഷാഡോ ബോക്സിങ്ങിൻ്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടില്ല. ഈ ഷാഡോ ബോക്സിങ്ങിൽ കോൺഗ്രസ് ഭാഗവാക്കല്ല. അത് ഗവർണറും പല തലങ്ങളിൽ ഹെൻറി കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നത് ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്നത് ഒരു ഷാഡോ ബോക്സിംഗ്. ഞാൻ പറഞ്ഞത് നിഴൽ യുദ്ധം എന്നാണ്. അതെ, അത് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അതെ, ഞങ്ങളുടെ ഒരു പൊതുബോധ്യത്തിൽ, കേരളത്തിന്റെ ഒരു പൊതുബോധ്യത്തിൽ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും വിധം, ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തും വിധം ഭരണഘടനാ വിരുദ്ധമായി ഏതറ്റം വരെയും രാഷ്ട്രീയ കളികൾ നടത്തുന്ന നിലയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയിലിരുന്ന് പ്രവർത്തിക്കുന്നു എന്ന് കേരളത്തിനാകെയും ബോധ്യപ്പെടുമ്പോൾ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നത് ഇവർ രണ്ടു കൂട്ടരും ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, തർക്കത്തിലാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണോ? ശരത്ത് ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് AICC വക്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന ഷാഡോ ബോക്സിംഗ് നിങ്ങൾ അനുകൂലിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഷാഡോ ബോക്സിംഗ് അല്ലെങ്കിൽ നിഴൽ യുദ്ധം എന്ന് പറയുന്നത് അധികാരം ഉറപ്പിക്കാൻ ഏറ്റവും അറ്റം വരെ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്. ശരി, AICC വക്താവിനെയാണ് താങ്കൾ കോട്ട് ചെയ്തത്. ഞാൻ അതിനെ കോട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കും. ഞാൻ പലപ്പോഴും കോൺഗ്രസ് പറയുന്ന ഒരു വാദം ഇക്കാര്യത്തിൽ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ആ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ ധരിക്കുന്നത് അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലേ? ഒത്തുകളിയാണ്, ധാരണയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ വിചാരിച്ചിരിക്കുന്നത്? കേരള സർക്കാരും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും തമ്മിൽ തന്നെ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നാണല്ലോ ഞങ്ങളുടെ നിലപാട്. എത്രയോ കാര്യങ്ങൾ ഇത് പുറത്തേക്ക് വരുന്നു. ഈ നിയമം തന്നെ ഇപ്പോൾ 3 മാസം കൊണ്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചല്ലോ. 7 നിയമങ്ങളുണ്ടല്ലോ അവിടെ പാസ്സായി തിരിച്ചുവിടാനായിട്ട്. ഈ നിയമം പ്രത്യേകമായി എടുത്ത് അതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദം കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ ചെലുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട് CPM-കാരേക്കാൾ കൂടുതൽ ഉത്സുകത കാണിക്കുന്നത് BJP ആണല്ലോ.
അതിലെന്താ സംശയം? ഇപ്പൊ ലാവ്ലിൻ കേസിൽ തന്നെ അത് എവിടെ ഉണ്ടല്ലേ, ഇപ്പൊ മറ്റു പല കേസുകൾ ഇവിടെ വരുന്നുണ്ടല്ലോ. ആ കേസുകളിലൊക്കെ തന്നെ ഞാൻ ഇത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമുക്ക് കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുന്നത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എൻ്റെ വാദം വ്യക്തമാണ്. കോൺഗ്രസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ധരിക്കുന്നത്. ഞാൻ ശ്രീ ജയരാജനിലേക്കാണ് വരുന്നത്. പക്ഷേ കോൺഗ്രസ് കാര്യങ്ങളെ ധരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അപാകത സംഭവിക്കുന്നുണ്ട് എന്നതിന് ആധാരമായി രണ്ട് കാര്യങ്ങൾ പറയാം. പിന്നീട് അടുത്ത ഊഴത്തിൽ താങ്കളത് പറഞ്ഞു. ഇപ്പോൾ ഈ കേസ് കേരളം കൊടുത്തു, ആ കേസ് ഗവർണർക്കെതിരെ കൊടുത്തു. അപ്പോഴാണ് പഞ്ചാബ് കേസിൽ ആ ഓർഡർ വായിച്ചു നോക്കണം ഗവർണർ എന്ന നിലയിൽ പറഞ്ഞത്. കോടതിയെ കൂടി ഈ ധാരണയിലും ഒത്തുകളിയിലും കക്ഷിയാക്കത്തില്ലല്ലോ ഏതായാലും കോൺഗ്രസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നേരെ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത്. അതോടുകൂടി കർത്തവ്യം നിറവേറ്റുന്നതോടെ ഈ ഹർജിയുടെ നിലനിൽപ്പ് സാധ്യത തന്നെ ഇല്ലാതാകുന്നൊരു ഘട്ടം വരുന്നു. സുപ്രീം കോടതി എന്താണ് ചെയ്തത്? സുപ്രീം കോടതി വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു നിർദ്ദേശം കേരളത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഹർജി റീഡ്രാഫ്റ്റ് ചെയ്യൂ എന്ന് വെച്ചാൽ ആ ഹർജി റീഡ്രാഫ്റ്റ് ചെയ്ത് ഹർജിയായി തന്നെ നിലനിർത്തുന്നു. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ നടപടി കൊണ്ട് കേരളത്തിൻ്റെ ഹർജി ഇല്ലാതാവുന്നില്ല, റീഡ്രാഫ്റ്റ് ചെയ്ത് ആ ഹർജിയെ നിലനിർത്തി. അപ്പോൾ കോടതി ചോദിച്ചു, എന്തിനാണ് ഈ 7 ബില്ലുകൾ, അതിനൊക്കെ കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ 7 ബില്ലുകൾ ഇപ്പോൾ ഇത്രയും കാലം പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്നൊരു ചോദ്യം കോടതിയിൽ നിന്ന് വന്നത് അവിടെയുണ്ട്. ആ കേസ് മാർച്ച് 22-ന് വീണ്ടും കോടതി കേൾക്കാൻ പോവുകയാണ്, സുപ്രീം കോടതി. കോൺഗ്രസ് ഇതൊക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തോട് സംസാരിച്ചാൽ കുറേ കൂടി ഈ ധാരണകളിലൊരു മാറ്റം വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഹെൻറി അംഗീകരിക്കണമെന്നില്ല, ഞാൻ വരാം. ശ്രീ ജയരാജൻ, പക്ഷേ ഇതിൽ മറ്റൊരു പ്രശ്നമുണ്ട്. താങ്കൾ നിയമസഭാംഗമായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു അനുഭവം കൂടിയുള്ള നേതാവാണല്ലോ. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി ഒപ്പുവെച്ച ആ വിവരം രാജ്ഭവനിലേക്ക് വന്നാൽ അത് സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് രീതി. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ചെയ്തത് നേരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ്. ആ വാർത്താക്കുറിപ്പിൽ 7 ബില്ലുകളുടെയും സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞു. ഇതല്ല ഒരെണ്ണമല്ലേ ഒപ്പുവെച്ചുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ ആശ്വാസം വാർത്താക്കുറിപ്പിൽ പ്രതിഫലിക്കുമ്പോൾ മാധ്യമങ്ങളത് സർക്കാരിന് തിരിച്ചടി, 7-ൽ 1 ഒപ്പിട്ടുള്ളൂ എന്ന നിലയിലേക്ക് അത് സർക്കാരിന് തിരിച്ചടി എന്ന മാധ്യമ വാർത്തയായി അത് മാറുന്നു. മറ്റു 3 രാഷ്ട്രപതി തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് വാർത്താക്കുറിപ്പിലൂടെ പറയുന്നു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് പറയുന്നു. സാധാരണ നിലയ്ക്ക് ഗവർണർ ചെയ്യേണ്ടത് ഇത് സർക്കാരിനെ അറിയിക്കുക, സർക്കാർ അതിൻ്റേതായ അടിസ്ഥാനത്തിൽ പ്രവർത്തികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. AG അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏർപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് ഓരോ സാഹചര്യത്തിലും അദ്ദേഹം പെരുമാറുന്നത്? ആ പെരുമാറ്റത്തിനിടയിലും ഇത് അദ്ദേഹത്തിനൊരു നല്ല തിരിച്ചടിയാണോ? ഇവിടെ ഞാൻ ആദ്യം പറയുന്നത്, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ഹെൻറി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ അമ്പരക്കുന്നുണ്ടാവും. ഈ ഇടതുപക്ഷത്തോടുള്ള വിരോധം മൂത്ത് കേരളത്തിലെ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണത്തിന് പരമാധികാരമുള്ളൊരു സഭയാണ് കേരളത്തിലുള്ളത്, നിയമസഭ. ആ നിയമസഭയിൽ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. ഞാൻ 10 വർഷം MLA എന്ന നിലക്ക് നിയമനിർമ്മാണ അവസരത്തിലൊക്കെ കുറേശ്ശെ പങ്കെടുത്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭേദഗതികൾ കൊടുക്കും, ഭേദഗതികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നെങ്കിൽ തള്ളപ്പെടും. അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമത്തിന് പരമാധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ മുമ്പാകെ ചോദിക്കുന്നത്. അപ്പോൾ നിയമസഭ ഒരു നിയമം പാസ്സാക്കുക, ആ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമം ഗവർണറുടെ അംഗീകാരത്തിന് കൊടുക്കുക. ഗവർണർ രാഷ്ട്രീയ കോമാളിയായിട്ട് സംഘപരിവാർ ശക്തികളുടെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു ഉദാഹരണമല്ല, നിരവധി ഉദാഹരണങ്ങൾ, തുടർച്ചയായിട്ടുള്ള ഉദാഹരണങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിഹസിച്ചതുപോലെ അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ 1.5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രതിഷേധം വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചപ്പോൾ, കരിങ്കൊടി പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് 1.5 മണിക്കൂർ നേരം വെയിലത്തിരിക്കാനുള്ള സന്നദ്ധതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കോമാളി വേഷം സംഘപരിവാർ ശക്തിക്കു വേണ്ടി കേരളത്തിൽ ആടുന്ന ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് എന്താണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അഭിപ്രായം? അത് പറയണ്ടേ? അപ്പോൾ ഒന്ന്, നിയമസഭയുടെ പരമാധികാരം അംഗീകരിക്കണം. ആ പരമാധികാരം അനുസരിച്ച് പാസ്സാക്കപ്പെട്ട ഒരു നിയമത്തിന് ഗവർണർ തടയിടുന്നു. 1 വർഷത്തോളം അദ്ദേഹം കാത്തു നിൽക്കുന്നു. കോടതിയിൽ ഗവർണറുടെ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരായിട്ട്, ഇല്ലാത്ത അധികാര പ്രയോഗത്തിനെതിരായിട്ട് കേരളം
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച ഘട്ടത്തിൽ അതൊക്കെ രാഷ്ട്രപതിക്ക് അയക്കുന്നു. പരിഹാസ്യമല്ലേ? ഇതിനൊക്കെ അനുകൂലിക്കുന്നതിന് വേണ്ടി ഉള്ള പരിഹാസ്യമായിട്ടുള്ള നിലപാടിലേക്കല്ലേ കേരളത്തിലെ കോൺഗ്രസ് എത്തുന്നത്? ഇവിടെ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം, നമ്മുടെ സംസ്ഥാനത്ത് BJPയും CPMഉം അല്ലെങ്കിൽ BJPയും LDFും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ കണ്ടിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഹെൻറി. ആ ഡൽഹിയിൽ കണ്ടിട്ടുള്ള ചിത്രം ധനപരമായ ഫെഡറലിസത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന, സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളില്ലായ്മ ചെയ്യുന്ന, സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം കിട്ടാത്ത, പൊതുകടം എടുക്കുന്നതിൽ സംസ്ഥാനത്തിന് അവകാശം കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ട് മോദിയുടെ മൂക്കിന് മുമ്പിൽ സമരം നടത്തിയ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരുമാണ് ഈ കേരളത്തിലുള്ളത്. അതിൽ പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും പറഞ്ഞല്ലോ. പങ്കെടുത്തോ? നിങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? കേരളത്തിൻ്റെ താല്പര്യമാണോ? കൗതുകരമായിട്ടുള്ള കാര്യം, തലേ ദിവസം ഇതേ തത്വപരമായിട്ടുള്ള കാര്യം, അതായത് സംസ്ഥാനത്തിൻ്റെ ധനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെ കേന്ദ്രം നടത്തുന്ന കടന്നാക്രമണങ്ങൾക്കും അവഗണനക്കുമെതിരായിട്ട് കർണാടകത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ പോയിട്ട് സമരം നടത്തിയല്ലോ. ഇതേ ആവശ്യമാണ്, കേരളം ഉന്നയിച്ച ആവശ്യമാണ്. അപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിന് മോദിയുമായിട്ട് സമരസപ്പെടാൻ കഴിയാതെ സമരം നടത്തുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മോദിയുമായിട്ട് സമരം നടത്തുന്നു. അതിനോട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? അത് BJPക്ക് അനുകൂലമാണ്. അപ്പോൾ അന്തർധാര കേരളത്തിലെ BJPയും കോൺഗ്രസും തമ്മിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ പരസ്യമായി പറഞ്ഞത് ദശകങ്ങൾക്ക് മുമ്പല്ല, ഈ അടുത്താണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തുടനീളം RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, സർക്കാർ വിരുദ്ധമായിട്ട് പ്രതികരണം നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് വലിയ നിലക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു അന്തർധാര. നേരത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? RSSൻ്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എൻ്റെ കുട്ടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള KPCC പ്രസിഡന്റ് വിജയദശമി ദിനത്തിൽ RSSൻ്റെ ശാഖയിൽ പോയിട്ട് അവിടെ ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുമ്പിൽ വിളക്ക് കത്തിച്ച പ്രതിപക്ഷ നേതാവ്. അന്തർധാര വ്യക്തമാണല്ലോ. ഇവിടെ ഒരിക്കലും RSSുമായിട്ടോ സംഘപരിവാർ ശക്തികളുമായിട്ടോ ഇടതുപക്ഷമോ CPMോ യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം സമൂഹത്തിന് നന്നായിട്ടറിയാം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇടതുപക്ഷ വിരോധം മൂത്തിട്ട് മോദി സർക്കാരിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറയുന്ന കാര്യം കുറച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയും. അതോടൊപ്പം KPCC പ്രസിഡന്റ് പറയും. അന്തർധാര ആരുടേതാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ താല്പര്യം, വിശാലമായിട്ടുള്ള ഇന്ത്യയുടെ താല്പര്യം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട്, ആ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കണം. ഇന്നുള്ള നിലപാട് തിരുത്തണം. അത് ഈ കേരളത്തിലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊപ്പം കേരളത്തിലെ ചില മാധ്യമങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിനോടൊപ്പമല്ല ജനങ്ങൾ എന്ന് പ്രഖ്യാപനം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നാടിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, വിശാലമായിട്ടുള്ള ഐക്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന നിഷേധ നിലപാട് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ശ്രീ P. ജയരാജൻ പറഞ്ഞത് കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDFിനൊപ്പം ആകുകയും അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം എങ്ങനെയാവട്ടെ ചില മാധ്യമങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ആ ക്യാമ്പിനൊപ്പം തന്നെ നിന്നിട്ടുള്ളതാണ് എന്ന ആക്ഷേപവും അല്ലെങ്കിൽ വിമർശനവും കേട്ടവർ തന്നെയാണ്. ആ വാർത്തകളിലൂടെ ആ വിമർശനം ശരിയാണ് എന്ന നിലയിലേക്ക് കേരളം ഒരു തിരിച്ചറിവോടെ വോട്ട് ചെയ്തതുമാണ്. ഇവിടെ ഇന്നലെ ഞാൻ ശ്രീ പ്രേംകുമാറിൻ്റെ ശ്രദ്ധയിലേക്ക്, ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 10:30 മണിയോടുകൂടി, 10 മണിക്ക് ശേഷമാണ് വളരെ സുപ്രധാനമായി ഈ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ സർക്കാരിന് നേട്ടവും ഗവർണർക്ക് തിരിച്ചടിയും എന്ന നിലയിൽ, പക്ഷേ മാധ്യമങ്ങളാകെയും ഏതാണ്ട് എൻ്റെ ഒരു തോന്നലാണ് ആ നിലയിലൊക്കെ കൊടുത്തു. പക്ഷേ ഇന്ന് രാജ്ഭവനിൽ നിന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച വിധം വാർത്താക്കുറിപ്പ് വരുന്നതോടെ സർക്കാരിന് തിരിച്ചടി എന്ന നിലയിലേക്ക് മാറാനുള്ള ഒരു ലീഡ് രൂപപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിസരം ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗം. മറുഭാഗത്ത്
ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഈ പറഞ്ഞ വിമർശിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം കുറേ കൂടി തുറന്നു കാട്ടാൻ സർക്കാരിന് കഴിയും വിധം ഒരു നേട്ടം, ഒരു മുൻതൂക്കം, അഡ്വാൻറ്റേജ് ഈ കാര്യത്തിൽ സർക്കാരിന് ലഭിച്ചോ? ഞാൻ ഈ സംഗതിയെ വേറൊരു ചെറിയ ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാല് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള 3-4 ടീമുകളുണ്ട്. അവരുടെ ഒരു മുന്നണിയാണ്, ആ മുന്നണിയിലെ ഒരു കക്ഷിയാണ് ഗവർണർ. ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു പൊളിറ്റീഷ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചരിത്രം. ഒരു കാലത്ത് വളരെ സോഷ്യലിസ്റ്റ് നിലപാടുകളിലൊക്കെ തുടങ്ങി വളരെ ചെറുപ്രായത്തിൽ വളരെ ശ്രദ്ധേയമായ പഠനങ്ങളും പ്രബന്ധങ്ങൾ എഴുതിയും പ്രസംഗിക്കുകയും ചെയ്തു ഉയർന്നു വന്ന ഒരാള് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും മാക്സിമത്തിൽ എത്തേണ്ട സമയത്ത് വേറെ ഒരു നിവൃത്തിയില്ലാതെ സംഘപരിവാറുകാരനാവുകയും സംഘപരിവാറുകാരനായത് രാഷ്ട്രപതി ആയേക്കാം, ഉപരാഷ്ട്രപതി ആയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ആ മോഹവും ഇല്ലാണ്ടായിട്ട് 100% ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതേപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അതിനേക്കാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കേരളത്തിലുള്ളത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അവർ എല്ലാ കാലവും നടത്തിയിരുന്ന കൊട്ടേഷൻ, ഇടത് വിരുദ്ധ സത്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ പുതിയ കാലത്ത് ന്യൂ മീഡിയയുടെ കാലത്ത് പൊളിച്ചെടുക്കപ്പെടുന്ന, അതേപോലെ അവർ വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുല്ല് വില കൊടുക്കാതെ ജനങ്ങൾ അവരുടെ തിരിച്ചറിവ് ബാലറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന കാലത്ത്, ഇപ്പൊ തൊട്ടടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അത് കണ്ടു. ഇത്രയും വാർത്തകൾ വന്നിട്ട് പോലും അതിന്റെ തൊട്ട് മുമ്പ് മലയാള മനോരമ നടത്തിയ സർവേ പോലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്മിതിയെ പറ്റി പറയുന്ന അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മീഡിയ. മൂന്നാമത്തത് സഖാവ് പി ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ CPIM എന്നുള്ള പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉപദേശിക്കുന്ന കുറെ ഫോസിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകൾ. 4ാമത്തെ വിഭാഗം ഇദ്ദേഹത്തെ പോലുള്ള കോൺഗ്രസ്സുകാരനാണ്. ഒരു കാര്യം പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിൽ പോലും അത് പറയാൻ സ്വാതന്ത്ര്യമില്ല. അദ്ദേഹം പറയുന്നു, നോക്കൂ, എന്നാണല്ലോ ഞങ്ങളുടെ നിലപാട്, എന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഇതാണ് ഫാക്ട് എന്ന് പറയാൻ സമ്മതിക്കാത്ത ഫ്രസ്ട്രേഷനിൽ പോകുന്ന ഈ 4 ടീമുകളും കൂടിയുള്ള ഒരു മുന്നണിയുണ്ട്. അതിന്റെ ലീഡർഷിപ്പ് പൊസിഷനിലാണ് ഈ ഗവർണർ നിൽക്കുന്നത്. ഇന്നേ വരെ അദ്ദേഹം റിലവന്റ് ആയതോ ലീഗലോ ആയ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ പരമദയനീയമാണ്. പുറത്തിറങ്ങിയാൽ SFIയുടെ കുട്ടികൾ കരിങ്കൊടി കാണിക്കും, തടയും. ഹൈക്കോടതി പോയാൽ അവിടുന്ന് കിഴുക്ക് കിട്ടും. സുപ്രീം കോടതി പോയാൽ അവിടുന്ന് നല്ല 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 സോഡ മേടിക്കാം. ഇനി ആകെ ഉണ്ടായിരുന്ന അഭയം രാഷ്ട്രപതി ഭവനായിരുന്നു. അവിടെയും അദ്ദേഹത്തിന്റെ ചീട്ട് കീറി. ഇനി റോഡിന്റെ സൈഡിൽ നിന്നിട്ട് മോഹൻ അമിത്ഷാനെ വിളിക്കൂ എന്നുള്ള പോലുള്ള കോമാളി കളി കളിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഗവൺമെന്റ് വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതിന്റെ എല്ലാ ഫോർമാലിറ്റിയും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ചെയ്യുകയും ഗവർണറുടെ സമയത്തിന് കാത്തു നിൽക്കുകയും അത് ചെയ്യാതാവുമ്പം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന വളരെ ക്ഷമയോടെ, അതേസമയം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ചെയ്യുന്നത്. ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണെന്നും അതിന്റെ കൂടെ, അതായത് നോക്കൂ, നിങ്ങൾ പാർലമെന്റിൽ നിന്ന് സംഘപരിവാറിന്റെ തിട്ടൂരം അനുസരിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ് ഡസൻ കണക്കിന് MP-മാർ. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങിയ K. സുധാകരൻ, ഇവരുടെ ആരാധനായ KPCC പ്രസിഡന്റ്, പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് RSSകാരെ നോമിനേറ്റ് ചെയ്തതിൽ എന്താ തെറ്റ് എന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ കേരള സർക്കാരിനെ പിരിച്ചുവിടുന്ന കാര്യം ഗവർണറോട് ആവശ്യപ്പെടും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാഖയ്ക്ക് കാവൽ നിന്ന, വേണ്ടി വന്നാൽ ഞാൻ BJP പോകുമെന്ന് പറഞ്ഞ K. സുധാകരൻ. K. സുരേന്ദ്രനാണോ K. സുധാകരനാണോ KPCC പ്രസിഡന്റ് എന്ന് ഇവരുടെ സിറ്റിംഗ് MP-ക്ക് പോലും സംശയമുള്ള സമയമാണ്. ഒറ്റ കാര്യം അതിൻ്റെ അകത്ത് പറയാനുള്ളൂ, കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ഈ കക്ഷിയുടെ സംഘപരിവാർ പറഞ്ഞയച്ച കളികൾ ചെയ്തു കൂട്ടാൻ പോലും പറ്റാതെ കോമാളിത്തരങ്ങൾ കളിക്കുന്ന ഇദ്ദേഹത്തിന്റെ കളിയും ഇയാളോട് കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെയും ഇതുപോലുള്ള ഫ്രസ്ട്രേറ്റഡ് കക്ഷികളുടെയും കളികൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതും കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഇത് കേരളമാണ്, ചാണകത്തിൽ ചവിട്ടാത്ത കേരളമാണ്. ഇവിടെ ഹെൻറി ഓസ്റ്റിൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഗവർണർ നിലവിട്ട് കളിക്കുന്നു, ശ്രീ ജയരാജൻ പറഞ്ഞ പോലെ രാഷ്ട്രീയ കോമാളി വേഷം കെട്ടുന്നു എന്ന് നിശ്ചിതമായി വിമർശിക്കാൻ ഇടം കൊടുക്കും വിധം എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. അതൊരു വഴിക്കൊക്കെ നടക്കുമ്പോഴും അതൊന്നും കണ്ട് ആ ട്രാക്കിലേക്ക് അങ്ങനെ വീഴാതെ അതിനെ വളരെ സമചിത്തതയോടെ നേരിട്ട് പോയ ഒരു സർക്കാർ എന്ന നിശ്ചയമായും ഈ ഓരോ ഘട്ടത്തിലും കോടതികളിൽ നിന്നും ഇപ്പോൾ ഈ രാഷ്ട്രപതി ഈ ബിൽ ഒപ്പുവെച്ചതിലും ഒക്കെ വെച്ച് നോക്കിയാൽ അറിയാം, സർക്കാർ സമചിത്തതയോടെ ഗവർണറെ നേരിട്ടുകൊണ്ടിരിക്കുന്നു, കൈവിട്ട് കളിക്കുന്നു ഗവർണർ. പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെയൊക്കെ നെറ്റ് റിസൾട്ട് ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് വിലയിരുത്തുന്ന ജനങ്ങൾക്ക് മുമ്പിൽ സർക്കാർ പറയുന്നത് ശരിയാവുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്
കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ അതൊരു യാഥാർത്ഥ്യവുമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും ഒടുവിൽ ഈ വിവാദമൊക്കെ കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുന്നത് സർക്കാർ പറഞ്ഞതാണ് ശരി എന്ന നിലയിലേക്ക്, ഇതൊരെണ്ണം മാത്രമല്ലല്ലോ, എത്രയോ എണ്ണം സൂചിപ്പിക്കാം, ബോധ്യപ്പെടും വിധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗവർണർ നടത്തുന്ന കാര്യം. പക്ഷേ ആ ഗവർണറെ തുറന്ന് വിമർശിക്കാനേ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ചില ഘട്ടങ്ങളിൽ ചില പോയിന്റിലൊന്ന് വിമർശിച്ചാലായി. പക്ഷേ നിരന്തരം തുടർച്ചയായി ഗവർണറെ വിമർശിക്കേണ്ട ഒരു രാഷ്ട്രീയ പരിസരമുണ്ടായിട്ടും കോൺഗ്രസ് അത് ചെയ്യാത്തത് കോൺഗ്രസിനെ കുറെ കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. ശ്രീ ജയരാജനും ശ്രീ പ്രേംകുമാറും പറഞ്ഞതുപോലെ കെ സുധാകരൻ്റെ പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ സെനറ്റിലേക്ക് RSS നോമിനികൾക്കൊപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരെ കൊടുക്കുക, അതിനെ ന്യായീകരിക്കുക, ഇങ്ങനെ എല്ലാ തരത്തിലും ഗവർണറെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് ഒടുവിൽ ഇതിൽ സമചിത്തത വിടാത്ത സർക്കാർ വിജയം നേടുന്നത് കേരളം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹെൻറി, ശരത്ത്, ഞാൻ തുടക്കം മുതലേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കോൺഗ്രസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാടുകളെ അനുകൂലിച്ചു എന്ന് പറയുന്നതിൽ നിങ്ങളുടെ ഒരു നിലപാടായിട്ട് നിങ്ങളത് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഔദ്യോഗികമായി AICCയുടെ പത്രക്കുറിപ്പിൽ ജയറാം രമേശ് നടത്തിയ ഒരു പ്രസ് റിലീസ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ് എന്താണ് ഈ കാര്യത്തിലുള്ള നിലപാടെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് ഓൺ തേഴ്സ്ഡേ ലോഞ്ച്ഡ് സ്കേറ്റിംഗ് അറ്റാക്ക് ഓൺ ദ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, calling him a disgrace to the constitutional position he holds. ഇതിലേക്കുള്ള വ്യക്തമായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? എന്നിട്ടാണോ ആ ഗവർണർ രൂപപ്പെടുത്തിയ സെനറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ആളെ കൊടുത്തത്? ഭരണഘടനാ പദവിക്ക് ഒരു അപമാനമാണ് അദ്ദേഹം എന്ന്. പക്ഷേ പ്രവൃത്തികളിൽ നിങ്ങൾ കൊട പിടിച്ചു കൊടുക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ്. ഇതിൽ നിന്ന് വളരെ ശരത്, ഞാൻ പറഞ്ഞോളൂ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് പൂർത്തീകരിച്ച ശേഷം ശരത്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനല്ല ഹെൻറി, ഇപ്പൊ ശ്രീ ജയരാജൻ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിനെതിരായിട്ട് പറഞ്ഞു, റെസ്പോണ്ട് ചെയ്യണ്ടേ ഹെൻറി? അതല്ല, താങ്കൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിശദീകരണം നടത്തി. പക്ഷേ പ്രായോഗിക തലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി പ്രായോഗിക തലത്തിൽ ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ LDF സർക്കാരും BJPയും തമ്മിൽ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടെന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോഴും ഉള്ളത്. നിങ്ങളുമായിട്ടാണ് യാതൊരു സംശയവുമില്ല. അധികാരത്തിന്റെ ആ ഒരു സീമകൾ അത് കേൾക്കുന്നില്ല. അത് ചെയ്തോ, നിങ്ങൾ അഭിപ്രായം വെച്ചോ, ഞങ്ങൾ അഭിപ്രായം മാറ്റണമെന്ന് പറഞ്ഞില്ലല്ലോ. അവിശുദ്ധ ഇപ്പൊ ശ്രീ That is your opinion. That is your opinion. You can hold that. എന്റെ ഒപ്പീനിയൻ അല്ല, വിരോധമില്ല, നിങ്ങൾ അത് ഹോൾഡ് ചെയ്തോ. അങ്ങനെ പറഞ്ഞു പോരുത്. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് സർവകലാശാല കൊടുത്ത പട്ടിക തിരസ്കരിച്ച് ചാൻസലർ ഒരു പട്ടിക തയ്യാറാക്കുന്നു. അതിൽ RSS അനുഭാവമുള്ളവരും അനുകൂലികളും ഒപ്പം കോൺഗ്രസ്സുകാരും അതിനെ പരസ്യമായി ന്യായീകരിച്ചയാളാണ് കെ സുധാകരൻ. എന്റെ ഒപ്പീനിയൻ വൈസ് ചാൻസലർ പട്ടികകളിലും മറ്റ് മന്ത്രി തലത്തിൽ പോലും ഇടപെടലുകൾ നടത്തിയതിനെ പറ്റി വേറെ വിമർശനങ്ങൾ വന്നല്ലോ. അതുപോലെയാണോ ഇത്? അതിനെപ്പറ്റി വിമർശനങ്ങൾ വന്നില്ലേ? അതുപോലെയാണോ ഇത്? തെറ്റായ രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയെന്നുള്ള വിമർശനങ്ങൾ വന്നില്ലേ? ഇതിന് മന്ത്രി ഇടപെടൽ നടത്തിയതിനെ പറ്റി വിമർശനം വന്നില്ല. അതും പറയേണ്ടത് ഹെൻറി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഞാനൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം, ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയുടെ എല്ലാ അധികാര പരിധിയുടെ ഏറ്റവും അറ്റം വരെ, അദ്ദേഹത്തിന്റെ അധികാര സീമകളുടെ ഏറ്റവും അറ്റം വരെ ഇവിടെ ചെലുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് അത് പറയുമ്പോൾ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വ്യക്തിപരമായി അദ്ദേഹം ഞങ്ങൾക്ക് എന്ത് വിധം പറ്റാനായിട്ടാ? ഞാനൊരു ഉദാഹരണം തൊട്ടില്ലല്ലോ, ഞങ്ങളുടെ സർക്കാരാണ് ഇവിടെ അധികാരത്തിരിക്കുന്നത്, പിന്നെ ഞങ്ങൾക്ക് എന്ത് വിധം കിട്ടുന്നത്? ഹെൻറി അത് തൊട്ടില്ല. ഞാനൊരു സ്പെസിഫിക് ഉദാഹരണം താങ്കളുടെ ഒരു ഒപ്പീനിയൻ താൻ പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല. ഒരു നിമിഷം പ്രേംകുമാർ, രണ്ട് വാചകത്തിൽ ഈ വിഷയം കാലിക്കറ്റ് സർവകലാശാല ഒരു അഭിപ്രായം അതോ ഒരു വസ്തുതയാണോ? ഹെൻറിക്ക് ഒന്ന് ഒരു ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുക്കാനാവുമോ? ഹെൻറിക്ക് അത് അറിയാത്തതല്ല. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ അകത്ത് CPM പക്ഷപാതികൾ ഉണ്ടാവും, കോൺഗ്രസ് പക്ഷപാതികൾ ഉണ്ടാവും, മുസ്ലിം ലീഗ് പക്ഷപാതികൾ ഉണ്ടാവും. കാരണം ഈ മൂന്ന് പാർട്ടികൾക്കും കേരളത്തിൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെന്നേ, MLA-മാരും MP-മാരും ഉണ്ട്. ഇതൊന്നുമില്ലാത്ത സംഘപരിവാറിന്റെ നോമിനികൾ വരുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അപ്പൊ സംഘപരിവാറിന്റെ നോമിനികളെ
ചേർത്തതിനെതിരെ SFI പറയുമ്പം സംഘപരിവാർ പറയുന്ന ന്യായമാണ് CPM നോമിനികൾ ഉണ്ടല്ലോ എന്നുള്ളത്. അതേ ന്യായമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കോൺഗ്രസ് നോമിനികൾ ഉണ്ടാവണം, മുസ്ലിം ലീഗിന്റെ നോമിനികൾ ഉണ്ടാവണം, MSFകാരുണ്ടാവണം. കാരണം അവർക്ക് ഇവിടെ റെപ്രസെന്റേഷൻ ഉണ്ട്. കേരളത്തിൽ 2-0 മാത്രമുള്ള BJPയുടെ ആളുകൾ വരുന്നതിലാണ് ജനാധിപത്യ വിരുദ്ധമാകുന്നത്. അങ്ങനെ ചേർത്തൊരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ലിസ്റ്റിന്റെ ഒരു ഭാഗത്ത് നിങ്ങളുമാകുന്നു. ഇതാണ് പ്രശ്നം. ഹെൻറിക്ക് മനസ്സിലായല്ലോ, മനസ്സിലാകാത്തതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലാകാത്തതല്ല, ഹെൻറിക്ക് മനസ്സിലാകാത്തതല്ല. ഞാൻ ആ കേസ് വിട്ടു. ശരത്ത് ഇതില് ശരി, ആ കേസ് ഞാനും വിട്ടു. സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഹോൾഡ് ചെയ്തോളൂ. ഇവിടെ ഞാൻ സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ശ്രീ P. ജയരാജൻ കോൺഗ്രസിനെ പറ്റി കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞു. ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തില്ല, കേരളത്തിൻ്റെ വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെയും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഞങ്ങൾ പറഞ്ഞത് ഫിനാൻസ് കമ്മീഷൻ 14-ാം ഫിനാൻസ് കമ്മീഷൻ 13-ാം ഫിനാൻസ് കമ്മീഷൻ നമുക്ക് 2% കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വിഹിതം നൽകിയതിൽ നിന്ന് 1.925 ആയിട്ട് 14-ാം ഫിനാൻസ് കമ്മീഷനിലേക്ക് കുറച്ച നടപടി, അത് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായ കോൺഗ്രസ് നിലപാടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു എതിരഭിപ്രായമില്ല. അതേപോലെ സ്റ്റേറ്റ്സ്, കർണാടക സ്റ്റേറ്റ് എന്തിനാണ് അവിടെ കർണാടക സ്റ്റേറ്റിന് അവിടെ സമരം ചെയ്യാൻ പോയതെന്നുള്ള കാര്യത്തിന് വ്യക്തമാണ്. ₹1 കർണാടക സർക്കാർ കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ 15 പൈസയാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത്. UP പോലൊരു സംസ്ഥാനത്തിന് ₹2 കിട്ടുന്നു, കേരളത്തിന് 57 പൈസ തിരിച്ചു കിട്ടുന്നു. മതിയോ? അത് മതിയോ? ഈ രണ്ട് കാര്യത്തിലും ഞങ്ങൾക്ക് അനുകൂല അഭിപ്രായം. പക്ഷേ അവിടെ പറയുമ്പോൾ തന്നെ ഇവിടെ ഉയർത്തി വരുന്ന വാദം എന്താണ്? നരേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ ധനകാര്യ പ്രതിസന്ധി മുഴുവൻ അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ ശരത്. അലോ മീ ടു കംപ്ലീറ്റ്. ഇവിടുത്തെ സർക്കാർ ഉയർത്തുന്ന നരേറ്റീവ് എന്താണ്? ഇവിടുത്തെ ധനകാര്യ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര സർക്കാർ വിഹിതം നൽകാത്തത് കൊണ്ടും കടമെടുപ്പിന്റെ പരിധി വെട്ടിച്ചുരുക്കിയത് കൊണ്ടുവന്നാണ്. ഇവിടെ കടമെടുപ്പിന്റെ പരിധി വെട്ടിച്ചുരുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കേരള സർക്കാർ തന്നെയാണ്. കേരള സർക്കാർ, സുപ്രീം കോടതി വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. അത് ആശ്വസിക്കുകയാണല്ലേ? ഇത് പണ്ട് പറഞ്ഞല്ലേ, ഇനിയും പ്രളയവും മഴയൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ വരൾച്ച വരുമല്ലോ എന്ന് കാത്തിരുന്നത് പോലത്തെ ഒരു ടോണുണ്ട് ഹെൻറി. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മാതൃഭൂമിയല്ലേ, ആര് ഭരിച്ചാലും. ശരത്തെ ഒരു 10-30,000 കോടി രൂപ ഔട്ട് ഓഫ് ബഡ്ജറ്റായിട്ട് കടമെടുത്തിട്ട് അത് ഇപ്പൊ അതിന്റെ വിഹിതം, അതുകൊണ്ട് ഈ നാടിങ്ങനെ ഈ നാട് നിവർന്നു നിൽക്കുന്നു. ഈ നാടിന് ഈ കാലത്തിന് വേണ്ടതും ഇനി വരുന്ന ഒരു 10-20 വർഷത്തേക്ക് വേണ്ട വികസനത്തിന്റെ നിലയിലേക്ക് കേരളം അഭിമാനത്തോടെ നിൽക്കുന്നതിൽ ഈ ബജറ്റിന്റെ വിഹിതം കൊണ്ട് നിന്നാൽ കേരളത്തിന് കഴിയും. അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തണം, കേരളത്തിന് വേണ്ടത് കണ്ടെത്തണം. അഭിമാനത്തോടെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ശരത്. ഹെൻറി ജീവിക്കുന്ന കൊച്ചി നഗരത്തിലെ വൈറ്റില ഫ്ലൈ ഓവറും കുണ്ടന്നൂർ ഫ്ലൈ ഓവറും ടോളില്ലാതെ എങ്ങനെയാണ് ഞാനും നിങ്ങളെ സഞ്ചരിക്കുന്നത്? എങ്ങനെയാണ്? ശ്രീ ജയരാജൻ തിരിച്ചു കൊടുക്കണ്ടേ? ശ്രീ ജയരാജൻ, നാട് വികസിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന പണമാണെന്നേ. നാട് വികസിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന പണമാണ്. ശ്രീ ജയരാജന്റെ അഭിപ്രായത്തിലേക്ക് വരാം. ചില നിബന്ധനകളുണ്ടെന്നേ, അത് അറിഞ്ഞു കടമെടുക്കണം. അതൊരു സ്റ്റേറ്റിന് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളന്നേ. മോദി സർക്കാർ അത് കേരളത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമാക്കി എഴുതി കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടവരല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ശ്രീ ജയരാജന്റെ മറുപടിയിലേക്ക്. ശ്രീ ജയരാജൻ, ശരത്തെ, കഴിഞ്ഞ വർഷം കിട്ടിയ ധനകാര്യ വിഹിതത്തിൽ 2000 കോടി മാത്രമാണ് ടോട്ടൽ അമൗണ്ടില്. ഈ 2000 കോടി അല്ലല്ലോ കേരളത്തിന്റെ പ്രശ്നം. ശരി, ശ്രീ ജയരാജൻ, ഞാൻ പറയാം. അതായത് ഇവിടെ ഹെൻറി ഓസ്റ്റൻ എത്ര പരിഹാസ്യമായിട്ടുള്ള വാദഗതിയാണ് ഉന്നയിക്കുന്നത് നോക്കുക. ജയറാം രമേശ് കേന്ദ്ര സർക്കാരിനോടുള്ള കോൺഗ്രസിൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഭാഗം വായിച്ചല്ലോ. ഇവിടുത്തെ കോൺഗ്രസ് എന്താ നിലപാടെടുക്കുന്നത്? അതിനൊത്ത നിലപാടാണോ സ്വീകരിക്കുന്നതാണ് ഞാൻ ഹെൻറിയോട് ചോദിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്താണോ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ, നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രി പറയുന്നത്, അത് ഏറ്റുപാടുന്ന നിലയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്, ഒരു കേരള വിരുദ്ധ സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്ന് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 10 വർഷം പിന്നിടുമ്പോൾ 57 കേരളം ഒരു വഴിമാറി സഞ്ചരിച്ച സംസ്ഥാനമാണ്.
അത് മാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടനാപരമായിട്ടുള്ള ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയും? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കേരളത്തിൽ വിപുലമായ നിലയിൽ നടപ്പാക്കുന്നത്. 6 വിഭാഗം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്? കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? അപ്പോൾ അതിനെല്ലാം എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മുമ്പും അതെ, ഇപ്പോഴും അതെ. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് നടത്തുന്ന പദ്ധതികളിൽ സംസ്ഥാന ഗവൺമെൻറ് ചെലവിട്ട തുകക്ക് വേണ്ടി ചോദിച്ച അവസരത്തിൽ പോലും അതുപോലും തരാതെ കുടിശ്ശിക വെച്ച് സാമ്പത്തികമായിട്ട് ഞെരുക്കുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒറ്റ അക്ഷരം ഉരിയാടാൻ തയ്യാറാവാത്തവരാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശനും അതുപോലെ തന്നെ സുധാകരനും. അതേസമയം ചില കാര്യങ്ങളിൽ, ഗവർണറുടെ കാര്യത്തിലൊക്കെ മുസ്ലിം ലീഗ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിലപാട് സ്വീകരിച്ചല്ലോ. വി ഡി സതീശൻ നിയമസഭയിൽ സ്വീകരിച്ച നിലപാടല്ല കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചത്. ഡൽഹിയിൽ നടത്തിയ സമരം സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത നിലപാടല്ല ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചത്. അപ്പോൾ ഈ ജയറാം രമേശൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ BJPക്കെതിരാണ്, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നിലപാടുകൾക്കെതിരാണ് എന്നൊക്കെ പറയുന്ന അവസരത്തിലും നിങ്ങളും BJPയും തമ്മിൽ കേരളത്തിൽ അന്തർധാരയുണ്ട് എന്നാണ് ഞാനിവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കേരളത്തിൽ BJPയുടെ പിന്തുണ വേണം. ആ BJPയുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ വേണ്ടി പോകുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പിന്തുണ അല്ലെങ്കിൽ RSSൻ്റെ അണികളുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു രംഗമൊരുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ആക്ഷേപം. അത് ഒറ്റ കാര്യമല്ലല്ലോ, ഒരനുഭവമല്ല, നിരവധി അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ BJP നേതൃത്വവും തമ്മിൽ കൃത്യമായിട്ടൊരു അന്തർധാരയുണ്ട്. സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രസ്താവനകൾ നോക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ടുള്ള സമാനതകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെയാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാജ്യത്തുടനീളം സംഘപരിവാർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധവും മതനിരപേക്ഷ വിരുദ്ധവുമായിട്ടുള്ള സമീപനത്തിനെതിരായി കേരളത്തിലെ ഇടതുപക്ഷമാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. കോൺഗ്രസിന് ആ നിലപാടുണ്ടോ? ഓൾ ഇന്ത്യ നേതൃത്വത്തിന് തന്നെ സന്നിഗ്ധതയല്ലേ? രാമക്ഷേത്ര പ്രശ്നത്തിൽ നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടി കോൺഗ്രസിന് എത്ര സമയം വേണ്ടി വന്നു? കേരളത്തിലെ സമസ്തയുടെ പത്രം മുഖപ്രസംഗം എഴുതിയിട്ട് പറഞ്ഞല്ലോ, പള്ളി പൊളിച്ച സ്ഥാനത്താണോ കോൺഗ്രസ് കാലുകുത്താൻ പോകുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്നത് എന്ന തോന്നൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലെ പ്രബലമായിട്ടുള്ള വിഭാഗമായിട്ടുള്ള സമസ്തയുടെ മുഖപ്രസംഗത്തിൽ പോലും ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. നിങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അന്ധമായ ഇടതുപക്ഷ വിരോധം, CPM വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിതൊന്നും തിരിച്ചറിയാനാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളം ഒറ്റപ്പെട്ട ദ്വീപല്ല എന്ന് ഹെൻറി ഓസ്റ്റിൻ മനസ്സിലാക്കണം. രാജ്യത്തുടനീളം കലാപങ്ങൾ, സംഘർഷങ്ങൾ, അതുപോലെ തന്നെ എതിരഭിപ്രായമുള്ളവരെ രാജ്യദ്രോഹികളായി മുദ്രയടിച്ച് കേസെടുക്കൽ, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പേരിൽ, ബീഫിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, ഇതൊക്കെ രാജ്യത്തുടനീളം നടത്തുന്ന സാഹചര്യത്തിൽ അവർക്കനുകൂലമായിട്ടുള്ള സാഹചര്യം ഇവിടെയും ഒരുക്കാൻ വേണ്ടി സംഘപരിവാർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുകൂലമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പച്ചയായിട്ടുള്ള പരമാർത്ഥമാണ്. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി പറഞ്ഞല്ലോ. ശ്രീജയരാജൻ, ഞാൻ അടുത്ത റൗണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി പറഞ്ഞല്ലോ. എന്താണത് ചുരുക്കി? ഓക്കെ റൈറ്റ്. ഞാൻ അടുത്ത റൗണ്ടിൽ വരുമ്പോൾ അതുകൂടി ചേർത്ത് താങ്കളുടെ അഭിപ്രായം കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ ഹെൻറിയിലേക്കും വരാം. ഒരു ചെറിയ റെസ്പോൺസ് ഡോക്ടർ പ്രേംകുമാറിൽ നിന്ന്. പ്രേംകുമാർ, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ശ്രീ ജയരാജൻ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ഇപ്പോൾ 3ാം സീറ്റ് ലീഗ് കുറേയേറെ അതിനുവേണ്ടി നടന്നു, പക്ഷേ വലിയ ആത്മാർത്ഥമായി അതിനുവേണ്ടി നേതൃത്വം ആഗ്രഹിച്ചിരുന്നില്ല എന്നൊരു തോന്നൽ ഏറ്റവും അവസാനം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് കിട്ടാതെ പോയി. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സുധാകരൻ പറയുന്നൊരു രീതിയൊക്കെ കണ്ടത്. ആ പ്രശ്നം സെറ്റിൽ ചെയ്തതോടുകൂടി അദ്ദേഹം മത്സരിക്കാനില്ല എന്ന നിലപാടിലേക്ക് വന്നു. കണ്ണൂർ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു നോമിനി ഉണ്ടാവണം എന്നതിലാണ് കൂടുതൽ താല്പര്യം
ഉയർന്നു വരുന്നു. ഇതാ ഇപ്പോൾ വരുന്ന വാർത്തകൾ, ഈ സമരാഗ്നി അവരുടെ സമരപരിപാടിയുടെ സമാപന വേദിയിലും സതീശൻ സുധാകരൻ ഭിന്നത മറനീക്കി പുറത്തു വരുന്ന അനുഭവം ഇന്നും പുതിയൊരു എപ്പിസോഡ് ഉണ്ടായത്രേ. ഇപ്പോൾ ബ്രേക്കിങ്ങിൽ കാണുന്നുണ്ട്. അതിൻ്റെ വാർത്ത ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ ആകെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു കോൺഗ്രസിനും അതിൻ്റെ മുന്നണിക്കും എത്രമാത്രം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിയുന്നുണ്ട് ശ്രീ പ്രേംകുമാർ? അത് ഞാൻ വിചാരിക്കുന്നത് അതല്ല, ഈ ഹെൻറി ഓസ്റ്റിൻ വളരെ ക്ലാരിറ്റിയോടെ എന്താ പറയുക, ഒളിഞ്ഞും തെളിഞ്ഞും വർത്താനം പറയുകയും കേരള ഗവർണറെ പറ്റിയിട്ട് AICC നേതൃത്വം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കെ സുധാകരൻ കേട്ടാൽ അദ്ദേഹം എന്തായിരിക്കും പറയുക? കഴിഞ്ഞ ദിവസം VD സതീശനെ കൊണ്ട് പറഞ്ഞതുപോലെ ഈ ആളിത് എന്ത് മൈഡിയർ വർത്തമാനമാണ് പറയുന്നതെന്ന് പറയും. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി ഇന്നേ വരെ സപ്പോർട്ട് ചെയ്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും കോൺഗ്രസ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതേ, പാലസ്തീൻ ഐക്യദാർഢ്യ റാലി മലപ്പുറത്ത് നടത്തിയതിന്റെ പേരിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ വളരെ സീനിയറായ ലീഡറിനെ വിളിച്ചു വരുത്തി ശാസിച്ച പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. മുസ്ലിം ലീഗിന് കിട്ടേണ്ടുന്ന 3ാമത്തെ സീറ്റ് എന്നുള്ളത് വളരെ ന്യായമാണ്, പക്ഷെ ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ കൊണ്ട് അവരുടെ അണികളെ മുഴുവൻ എന്താ പറയാ കബളിപ്പിക്കാൻ കൂട്ടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എണ്ണം നോക്കി നോക്കൂ, സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ നിയമസഭയിലെ സീറ്റിലെ എണ്ണത്തിലുള്ള വ്യത്യാസം 6, ലോക്സഭയിലെ സീറ്റിലെ എണ്ണത്തിലെ വ്യത്യാസം അതിനേക്കാൾ കൂടുതലാണ്. എത്രയോ 10-12 സീറ്റുകളുടെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത്. എന്നിട്ട് പാവം, അതായത് നമ്മൾ പറയാറുണ്ട്, ഒരു പക്ഷേ CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന അണികളാണ് മുസ്ലിം ലീഗിൻ്റെത്. ആ അണികളെയും കൂടി പരിഹസിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ ഈ വന്ന വാർത്തയിൽ തന്നെ പറയുന്നത് കെ സുധാകരൻ മത്സരിക്കുന്നില്ല, ഒഴിയാൻ തയ്യാറാണ്, പക്ഷേ അനന്തര അവകാശിയെ പകരക്കാരനെ കെ സുധാകരൻ നിർദ്ദേശിക്കുന്നതാണ്. ഇദ്ദേഹം എന്താ പറയാ, ശ്രീ സുധാകര തിരുനാൾ എന്ന് പറഞ്ഞ രാജാവൊന്നുമല്ലല്ലോ, കണ്ണൂർ സീറ്റ് അദ്ദേഹത്തിൻ്റെതായി ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കോൺഗ്രസിന് ഇതെല്ലാം എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്. എങ്ങനെയാണ് വളരെ ക്ലിയർ ആയിട്ട് പൊളിറ്റിക്സ് മനസ്സിലാക്കുന്ന, വളരെ ക്ലിയർ ആയിട്ട് പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന മലയാളികളുടെ മുന്നിലേക്ക് ഇങ്ങനെ കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ, നിലപാടിൽ വ്യക്തതയില്ലാതെ, ഇപ്പം ഹെൻറി ഇവിടെ പറയുന്നത് പോലെ ഓരോ വിഷയത്തിലും AICC കുറച്ച് വൈകിയാണെങ്കിലും ക്ലാരിറ്റിയുള്ള നിലപാടുകൾ പറയുകയും അതിന് ഘടകവിരുദ്ധമായ നിലപാടുകൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും സ്വീകരിക്കുകയും ചെയ്യുമ്പം പാർലമെന്റിൽ പ്രസംഗിക്കുന്നില്ലല്ലോ, വേണ്ടതുപോലെ ഇടപെടുന്നില്ലല്ലോ എന്ന് പത്രക്കാർ കെ സുധാകരനോട് ചോദിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ അവിടെ പോയിട്ട് കിളയ്ക്കാം എന്താന്നാണ്. ഈ നിലവാരത്തിലാണ് ഇവര് പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ കാണുന്നത്. മുണ്ടുടുക്കാൻ പോലും എണീക്കാത്ത രീതിയിൽ. എന്നിട്ട് അവസാനം ഇലക്ഷന്റെ അടുത്ത് വരുമ്പം കോമാളിത്തരം കാണിക്കും. ഇന്നലെ ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ MP ഇടുക്കിയിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയിരുന്നു. പടയപ്പ എന്ന് പറഞ്ഞ ആനേനെ ലോറി കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്, പടയപ്പനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. ഇന്ന് വൈകുന്നേരം വാർത്തകൾ വരുന്നു, 2ാം ദിവസം അനിശ്ചിതകാല നിരാഹാരം, ആരോഗ്യം വഷളായതിനെ തുടർന്ന് അവസാനിപ്പിച്ചു എന്ന്. ഇത്തരം കോമാളിത്തരങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാം, ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യാമെന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പവും വിചാരിക്കുന്നത്. അതിൽ ഇനിയെങ്കിലും ബാക്കിയെങ്കിലും പെട്ടുപോകുന്നത് ഹെൻറി ഓസ്റ്റിനെ പോലെയുള്ള അത്യാവശ്യം ക്ലാരിറ്റി ബാക്കിയുള്ള ലീഡേഴ്സാണ്. കെ സുധാകരൻ ജനറേഷൻ ഒരു പ്രശ്നവുമില്ല, അവർ വളരെ കൂളായിട്ട് സംഘപരിവാർ പറയുന്നത് തന്നെ പറയും. VD സതീശനെ പോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുകയും ഒരു മടിയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം പറയുകയും ചെയ്യുന്ന ഒരു ജനറേഷൻ, അതിന്റെ ഏറ്റവും ഇങ്ങേ തലയിൽ ചെറിയ പ്രതീക്ഷ ബാക്കിയുള്ള ഹെൻറി ഓസ്റ്റിനെ പോലെയുള്ള കുറെ ആളുകൾ കോൺഗ്രസിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും പക്ഷെ അതിനുള്ളിൽ വെച്ച് അത് പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന, തലയ്ക്ക് ഒളിവുള്ള കാര്യം പറഞ്ഞാൽ, സത്യമായ കാര്യം പറഞ്ഞാൽ, കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിക്കുകയോ അവരെ ശാസിക്കുകയോ അവരെ പിന്നെ ഒതുക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ കേരളത്തിലെ വോട്ടേഴ്സ് തിരിച്ചറിയുകയും കോൺഗ്രസിന് വലിയ ക്ഷീണമാവുകയും. വേഗം മടങ്ങി വരാം. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, നേരത്തെ ശ്രീ ജയരാജൻ സൂചിപ്പിച്ച ഒരു വാചകമുണ്ട്. അതായത് കേരളത്തിൽ നിങ്ങൾ പുലർത്തുന്ന അന്ധമായ ഇടതുപക്ഷ വിരോധം, അതിനേക്കാൾ ഉപരി CPIM വിരുദ്ധത എന്നതിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ BJPക്ക് അനുകൂലമായി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയാതെ പോലും അങ്ങനെ ചെയ്തു പോകുന്നു. അതിന് അടിസ്ഥാനപരമായ കാരണം നിങ്ങൾക്ക് തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിൽ നിന്ന് രൂപപ്പെട്ടൊരു CPM വിരുദ്ധതയാണ്. ഈ പ്രശ്നം കേരളത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഹെൻറി ഓസ്റ്റിൻ, അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി ശ്രീ P. ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ സഹായിക്കാൻ BJP ഇവിടെ ഈ സ്റ്റേറ്റിൽ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസിന് സീറ്റ് ജയിക്കാനായിട്ട് BJP സഹായിക്കുമോ?
കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം തന്നെ മുഴക്കുന്ന പാർട്ടിയാണ് BJP. കേന്ദ്രത്തിലേക്ക് എങ്ങനെയെങ്കിലും MP സീറ്റുകളുടെ എണ്ണം, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP സീറ്റുകളുടെ എണ്ണം കുറക്കാൻ വേണ്ടി കൃത്യമായ പാഠ്യപദ്ധതിയോടെ മുന്നോട്ട് പോകുന്ന BJPയും CPIയും തമ്മിലാണ് ബാന്ധവം എന്നുള്ള കാര്യത്തിൽ ഇതിൽ പരം തെളിവ് വേണ്ട. കാരണം സ്റ്റേറ്റിൽ കോൺഗ്രസ് മുക്ത സ്റ്റേറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന CPIയും കേന്ദ്രത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPക്കുമാണ് കോമൺ ഐഡിയോളജി ഉള്ളത്. ഇവിടെ അന്ധമായിട്ടുള്ള വിരോധം CPIനാണ് കോൺഗ്രസിനോടുള്ളത്. കോൺഗ്രസിനല്ല CPIനോട് അന്ധമായ വിരോധമുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ടൈപ്പ് വരില്ലല്ലോ. ബാക്കി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ BJPക്കെതിരെ ഒരു കോമൺ ഫ്രണ്ട് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഈ വിരുദ്ധതയില്ല? അപ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ഒരു നാഷണൽ പാർട്ടിയാണ്. അതിൻ്റേതായിട്ടുള്ള ഐഡിയോളജി വെച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്, അതിന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകേണ്ട പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അത് ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്ന കാര്യമാണത്. കേരളത്തിൽ CPIനാണ് അന്ധമായിട്ടുള്ള കോൺഗ്രസ് വിരോധമുള്ളത്. കാരണം ഇവിടെ ഒരു പ്രാക്ടിക്കൽ റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കോൺഗ്രസും CPIയും തമ്മിൽ നേർക്ക് നേർ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു ബാന്ധവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ബേസിൽ ഇവിടെ ഫൈറ്റ് നടക്കില്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രാക്ടിക്കാലിറ്റി നമ്മുടെ സ്റ്റേറ്റിലുണ്ടെന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് വസ്തുതയ്ക്ക് യാതൊരു അടിത്തറയുമില്ല. കാരണം BJPക്കെതിരെ ഇന്നും ഏകദേശം 300 സീറ്റുകളിൽ ഒരു ഫൈറ്റ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് BJPയും കോൺഗ്രസും തമ്മിൽ, പ്രത്യേകിച്ച് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു അബ്സർഡിറ്റി അത് കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി, മുസ്ലിം ലീഗിനെ ചൊല്ലി ഒരുപാട് വിഷമം കൈരളി ചാനലിൽ ഞാൻ കാണുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗിനെ ചൊല്ലിയ വലിയ വിഷമം. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്നും അവർ വേണ്ടപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗും UDFന്റെ അവിഭാജ്യ ഘടകമാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള 2 സീറ്റുകളെ സംബന്ധിച്ച് ചർച്ചകളുടെ, ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. അതിൽ തീരുമാനത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ UDFൽ അവരത് പ്രകടിപ്പിച്ചോളും. അതിനോർത്ത് നിങ്ങൾ അത്രയധികം വിഷമിക്കേണ്ടെന്ന്. ശ്രീ ജയരാജൻ, അദ്ദേഹം പറഞ്ഞത് അങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്നാണ്. താങ്കൾ പറഞ്ഞ ആ വാദം, ആ നിരീക്ഷണം, അങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോഴും പറയുന്നത് അത് ഹെൻറി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കാതെ പോലും BJPയോട് കൂടുതൽ അടുത്ത് തന്നെ കേരളത്തിൽ നിൽക്കുന്നു എന്നാണോ? ഒന്ന് ചുരുക്കി, നമുക്ക് സമയം തീരുന്നു. അല്ല, ഇവിടെ ഇപ്പോൾ ആണല്ലോ ഇന്ത്യ കൂട്ടായ്മയൊക്കെ വന്നത്. 1991 എന്തായിരുന്നു ഹെൻറി ഓസ്റ്റിൻ കേരളത്തിലുണ്ടായത്? കോലീബി സഖ്യം. അതേക്കുറിച്ച് KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ പാഴായ പരീക്ഷണമെന്ന അധ്യായത്തിൽ അവരെഴുതി വെച്ചത് മനസ്സിലായില്ലേ? കരുണാകരൻ, മുസ്ലിം ലീഗ്, ആൻ്റണി ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് വടകര ബേപ്പൂർ സഖ്യമുണ്ടാക്കിയത്. ആരുമായിട്ടാണ് സഖ്യം? കോലീബി, കോൺഗ്രസും ലീഗും BJPയും. ഇവിടെ ഞാൻ പറഞ്ഞത് അഖിലേന്ത്യാ തലത്തിൽ BJPക്കെതിരായിട്ടുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്, തർക്കമില്ല. പക്ഷേ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായിട്ടൊരു ടാക്ടിക്സ് ഉണ്ട്. ആ ടാക്ടിക്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഓൾ ഇന്ത്യ തലത്തിൽ BJPയാണ് മുഖ്യശത്രു എന്ന് കോൺഗ്രസ് വാദിക്കുന്നുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ വിരോധം എന്നുള്ള ഒരു പൊതുവേദി രൂപീകരിച്ചുകൊണ്ട് അതിൽ മുഖ്യ ഇടതുപക്ഷ വിരുദ്ധ ശക്തി ആരാണ്? BJP അല്ല, UDF ആണ്, കോൺഗ്രസ് ആണ്. അപ്പോൾ മുഖ്യമായിട്ടുള്ള BJP മുഖ്യമായിട്ടുള്ള ഈ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺഗ്രസ്സിന് BJPക്കാരുടെ വോട്ട് നേടാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി CPM വിരോധം, ഇടതുപക്ഷ വിരോധം ശക്തമായിട്ട് നടത്തുന്നു. അതിന് നിങ്ങൾ അതിരുവിട്ട് എവിടത്തോളം പോകുന്നു? കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കുന്നിടത്തോളം നിങ്ങൾ എത്തിയിരിക്കുകയാണ്, അധപ്പതിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസും അതുപോലെ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും യോജിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ബദൽ കാഴ്ചപ്പാട് അത് ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതിന് എതിരായിട്ടാണ് നിങ്ങൾ BJPയുമായിട്ട് അന്തർധാര ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ കാഴ്ചപ്പാടുകൾ വളരെ ശക്തമായി മാറ്റുരയ്ക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെയധികം നന്ദി ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ശ്രീ പ്രേംകുമാർ, ശ്രീ P. ജയരാജൻ ഞങ്ങളുമായി സഹകരിച്ചതിന്. അതിവേഗം